ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുക്കാം. സ്തോത്രം. 1-ാം അധ്യായം എടുക്കാം. 35-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. സ്തോത്രം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. മതി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറിയയുടെ അടുക്കൽ ദൂതനും മറിയയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിനകത്തെ ഒരു വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഏദനിൽ തൊട്ട് പ്രവചനം കിടക്കുക, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പമോ അവന്റെ കുതികാൽ തകർക്കും. അക്കാലത്തെ കന്യകമാരെല്ലാം വിവാഹപ്രായത്തിന് അടുക്കുന്നതിന് മുമ്പേ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും, മോളെ നിന്റെ കാലത്ത് ക്രിസ്തു ജനിക്കും. സ്തോത്രം. അവർ കാത്തിരിക്കുക. ഒരു ദിവസം മറിയ മുറിയിലിരിക്കുമ്പോൾ ദൂതൻ വന്ന് മറിയോട് പറയുക, 30-ാം വാക്യം. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മറിയ പോലും അറിഞ്ഞില്ല, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ഓ, എത്ര സുന്ദരം വാക്യ. നിന്നോട് ദൂത് പറയാം, നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ബൈബിളിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരാൾക്ക് കൃപ ലഭിച്ചാൽ ഒരു കാര്യം മാത്രമല്ല, തമ്പുരാൻ ഈ കൃപ പകരുന്നത് ദൈവത്തിന്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ആരോടൊക്കെ ആത്മാവിൽ പറയാം, ഈ ദിവസങ്ങളിൽ നിന്നെ നോക്കി ഞാൻ പ്രവചിക്കുക, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കട്ടെ. നിനക്ക് ദൈവത്തിന്റെ. ഒരിക്കലും ബൈബിളിൽ ഒരു മനുഷ്യനെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കാര്യം, പുള്ളിക്ക് ജഡത്തിലൊരു ശൂലം കിട്ടിയിരിക്കുക. അത് മാറ്റി തരാനായിട്ട് 3 വട്ടം പുള്ളി പ്രാർത്ഥിച്ചു. നമ്മുടെ ഭാഷ 3:21 ഇരുന്നു. അങ്ങനെയില്ല, ഞാനങ്ങ് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം ദൈവം ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, ശൂലം മാറ്റത്തില്ല, കൃപ തരാം, നിനക്ക് കൃപ തരാം. ഒരാമയും വരുന്നില്ല. ഈ പ്രാർത്ഥിച്ച ചില സൗഖ്യം അന്നേരം കിട്ടും, ചിലർക്ക് സൗഖ്യം കിട്ടത്തില്ല, കൃപ കിട്ടും. ഒരാമയും വരുന്നില്ല. ആ രോഗം ഉണ്ട് താനും, അവൻ രാജകീയമായി നടക്കുന്നുണ്ട്. അതിന്റെ പേരാ കൃപ. ഒരാമയും വരുന്നില്ല. മറിയയ്ക്ക് മാത്രമല്ല ബൈബിളിൽ കൃപ ലഭിച്ചത്, ഒത്തിരി പേർക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്. ഒരാമയും പറയണം. ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെടുക്ക ചെന്നേച്ച ദൂതൻ പറയുക, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു.